വ്യക്തമല്ലേ? വളരെ എളുപ്പമല്ലേ? എന്നിട്ട് എന്താ ചെയ്യുക? ഇതുപോലുള്ള ആളുകളോട് ചോദിക്കാൻ അവർ തെളിവായി പറയുന്ന കാര്യം, നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുന്നില്ലേ, അതുപോലെ നിങ്ങൾ ഇന്ന ആളുകളുടെ അടുത്ത് പോകുന്നില്ലേ? ഇതാണ് അള്ളാഹിനോട് അല്ലാത്തവരോട് ചോദിക്കാനുള്ള തെളിവ്? ഇതാണോ തെളിവ്? ആർക്കാണ് ഇവിടെ തർക്കമുള്ളത്? ജീവിച്ചിരിക്കുന്ന ഒരാളോട് എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്, അതിലെന്തെങ്കിലും തെറ്റുണ്ട് എന്നുള്ളത്? ഏറ്റവും പരിപൂർണം എന്താണ്? ജീവിച്ചിരിക്കുന്ന ആളുകളോടും ചോദിക്കാതിരിക്കൽ തന്നെയാണ് പരിപൂർണത അല്ലേ? ചില സഹാബിമാരെന്ത് ചെയ്യാറില്ല? തൻ്റെ ഒട്ടകപ്പുറത്തുള്ള കയറ് താഴേലേക്ക് വീണാൽ ഒന്ന് എടുത്തു തരുമോ എന്ന് പോലും ആരോട് ചോദിക്കാറില്ല, കൂടെയുള്ള ആളുകളോട് ചോദിക്കാറില്ല. അതാണ് പരിപൂർണത. സ്വന്തമായി ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് പരിപൂർണത. ഇനി ചില ആവശ്യങ്ങൾ വരും അല്ലേ? നമ്മൾ രോഗിയായി കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം തന്നെ ചികിത്സിക്കുക ചെയ്യേണ്ടത് അല്ല. അതറിയുന്ന ആളെ അടുത്ത് പോയി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു ഡോക്ടർ, ഉദാഹരണത്തിനാണ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ഡോക്ടർ. ആ ഡോക്ടറെ അടുത്ത് പോയി നമ്മൾ എന്ത് ചെയ്യാണ്? അദ്ദേഹം ഇതുപോലെ ഇങ്ങനെ ടേബിളിൻ്റെ മുന്നിലാണല്ലോ ഇരിക്കുക. അയാളിങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ പോയി നമ്മൾ പറയുകയാണ്, എനിക്ക് ഇന്ന രോഗമുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യും? അതിനുള്ള ഗുളികളും സാധനങ്ങളും തരും, നമ്മൾ കുടിക്കും. ഇനി അബ്ദുള്ള എന്ന് പറയുന്ന ഈ ഡോക്ടർ മരണപ്പെട്ട്, അങ്ങനെ നമ്മൾ ആരെങ്കിലും ബുദ്ധിയുള്ള ആളുകൾ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ കവറെങ്കിൽ പോയിട്ട് എനിക്ക് ജലദോഷമുണ്ട്, എനിക്ക് പനിയുണ്ട്, നമ്മൾ ആരെങ്കിലും ചോദിക്കുമോ? ആരെങ്കിലും അരിയാഹാരം തിന്നുന്ന ആരെങ്കിലും ചോദിക്കുമോ? ഇത് പണ്ട് ഇതുപോലെ പ്രശ്നമുണ്ടായി. മൊയ്തീൻ ഷേഖിനെ വിളിച്ചു കഴിഞ്ഞാൽ മൊയ്തീൻ ഷേഖ് കേൾക്കോ ഇല്ലയോ എന്നുള്ളത് വളരെ വലിയ പ്രശ്നമായി. അങ്ങനെ ഈ പ്രശ്നമായ നേരത്തെ എന്ത് ചെയ്യാണ്? ഇത് പോലീസ് കേസായി. പോലീസ് കേസായപ്പോൾ ഈ പോലീസുകാരെന്ത് ചെയ്തു? എന്താ നിങ്ങളെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത്, ഇവർ പറയാണ് മൊയ്തീൻ ഷേഖ് വിളിച്ചാൽ കേൾക്കൂല. നമ്മൾ പറയാണ് മൊയ്തീൻ ഷേഖ് വിളിച്ചാൽ കേൾക്കുന്നു. അപ്പോൾ പോലീസുകാരൻ ചോദിച്ചു, ഇതിപ്പോൾ വലിയ പ്രശ്നമാണോ? മൊയ്തീനെ വിളിച്ച് ചോദിച്ചാൽ പോരെ, നിങ്ങൾ കേൾക്കോ ഇല്ലയോ? അതല്ല പോലീസുകാരാ, നമ്മളെ മൊയ്തീൻ മരിച്ച ആളാണ്. അപ്പോൾ പോലീസ് അത്ഭുതത്തോടെ ചോദിച്ചു എന്നാണ്, മരിച്ച ആൾ കേൾക്കേ? ആ പോലീസ് ചോദിച്ച ചോദ്യമാണ്, മരിച്ചു പോയ ഒരാൾ കേൾക്കുമോ എന്ന പോലീസുകാരൻ ഒരു സാധാരണക്കാരനാണ്. അയാൾക്കുള്ള ബുദ്ധി പോലും ആർക്കില്ല. നമ്മൾ വലിയ ശംസുൽ ഉലമയാണ്, ഖമറുൽ ഉലമയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ നമുക്കിതാ അൽഹംദുലില്ലാ ഇവിടെയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇവിടെയുണ്ട്. ഷെയ്ഖ് റബീ റഹിമഹുല്ല, അടുത്ത കാലത്ത് മരണപ്പെട്ട ഷെയ്ഖ് റബീ റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ഒരു മഹത്തായ ഒരു വാക്കുണ്ട്, ബൈനന വ ബൈനകുമുൽ കുതുബ്. നമുക്കും നിങ്ങൾക്കും ഇടയിൽ എന്തുണ്ട്? ഗ്രന്ഥങ്ങൾ ഇവിടെ ലഭ്യമാണ്. വ ബൈനന വ ബൈനകുമുസ് സലഫ്. നമുക്കും നിങ്ങൾക്കും ഇടയിൽ എന്തുണ്ട്? സലഫുകളുണ്ട്. നമ്മളിതാ വെല്ലുവിളിക്കുന്നൊന്നുമല്ല, മാന്യമായി ചോദിക്കുകയാണ്. ഏതെങ്കിലും ഒരു സഹാബി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താബിഈ, ഏതെങ്കിലും അത്ബാഉ താബിഈങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷം റസൂലിൻ്റെ ഖബറിങ്കൽ പോയി റസൂലിനോട് ചോദിച്ചേ നമുക്ക് കാണിക്കാൻ സാധിക്കുമോ? ഒരാൾക്കും ഖിയാമത്ത് നാൾ വരെ കാണിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇതാ സാധാരണക്കാരോട് പറയാനുള്ളതാണ്, ഇത് തമാശ കളിയല്ല, ഇവിടെ തന്നെ തീരാനുള്ളതല്ല ഇത്. നമ്മളിവിടെ വഴിയാത്രക്കാരാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ള ഒരു രംഗമുണ്ട്. നമ്മൾ ഓരോ ആളുകളും റബ്ബിൻ്റെ മുമ്പിലെത്തും. ലൈസ ബൈനഹു വ ബൈനഹു തുർജുമാൻ. നമുക്കും അള്ളാഹുവിനും ഇടയിൽ ഒരു പരിഭാഷകനും ഉണ്ടാവുകയില്ല. ഇന്ന് കാണുന്ന ഈ നേതാക്കളുണ്ടാവില്ല, ഷംസായാലും ഖമറായാലും ഒരാളും ഉണ്ടാവില്ല. ഞാനും എൻ്റെ അമലും നമ്മൾ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കലും. ഓരോ ആളുകൾ എന്ത് ചെയ്യുക? ഈ കാര്യം ചിന്തിക്കുക. അതുകൊണ്ട് ഇതാ ഇത്രയും ഹദീസുകളും ആയത്തുകളും കേട്ടിട്ടും ഇനിയും നമ്മുടെ കരങ്ങൾ ഈ പറയുന്ന കോലത്തിലാണ് പോകുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്ത് പറയുന്ന കാര്യങ്ങളുണ്ട്. എന്താണത്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം എന്താണ്? അവനോടൊപ്പം പങ്കു ചേർക്കുന്നതാണ്. ഇത് ചില്ലറ കാര്യമല്ല. നരകം ശാശ്വതമായി ലഭിക്കുന്ന കാര്യമാണിത്. എന്താണ് സഹോദരങ്ങളെ നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മിഖ്ദാറുഹു 50 അൽഫ സന. അതിൽ ഒരു ദിവസം നരകത്തിൽ ഒരു ദിവസം എത്രയാണ് അതിൻ്റെ കണക്ക്? അതിൻ്റെ മിഖ്ദാർ എത്രയാണ്? 50,000 വർഷമാണ്. 50,000 വർഷം. എന്താണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ? നരകത്തിൻ്റെ ഒരു തീ കൊണ്ട് അല്ലെങ്കിൽ നരക അഗ്നി കൊണ്ട് ഒരു ചെരുപ്പ് ധരിപ്പിക്കലാണ്.
ആ ചെരുപ്പ് ധരിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ തലച്ചോറ് വെന്തുകൊണ്ട് എന്താകും, പുറത്തേക്ക് വരുമെന്നാണ്. ഇതാണ് ഏറ്റവും ചെറിയ ശിക്ഷ. ഏറ്റവും ചെറിയ ശിക്ഷ ഇതാണ്. നോക്കൂ സഹോദരങ്ങൾ, എന്താണ് നരകം, എന്തായിരിക്കും നമ്മൾ അതിൽ അകപ്പെട്ടാലുള്ള അവസ്ഥ. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ചിന്തിക്കുക. ഇത് നമുക്ക് സംവാദം നടത്തി ഇതാ ഇന്നയാൾ ജയിച്ചേ, ഇന്നലത്തെ സംവാദത്തിൽ ഇന്നയാൾ ജയിച്ചെന്ന് പറയാനുള്ളതല്ല, അല്ലെങ്കിൽ നാളെ നമ്മൾ ജയിച്ചു എന്ന് പറയാനുള്ളതോ. വല്ലാഹി ഇതാ നമ്മൾ ഓരോ ആളുകളും റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ആളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്തെന്നാൽ, ഈ പറഞ്ഞതുപോലെ ഖുർആനും സുന്നത്തും സലഫുകൾ എങ്ങനെ മനസ്സിലാക്കി ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. കാരണം നമ്മൾ ഈ പറഞ്ഞു വെച്ച ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, അതിന് ശേഷം വന്ന ഖുലഫാ റാഷിദീങ്ങളുടെ മാർഗം പിൻപറ്റണം എന്നാണ് പറഞ്ഞത്. പണ്ട് മുതലേ ഖുർആനും സുന്നത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഓരോ ആളുകൾ തോന്നിയതുപോലെ എന്ത് ചെയ്യാണ്, വ്യാഖ്യാനിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ എങ്ങനെയാണ് മുൻഗാമികൾ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക സഹോദരങ്ങൾ, എന്ത് തടസ്സമാണ് നമുക്ക് റബ്ബിനോട് ചോദിക്കാനുള്ളത്? ഇത്രയും ആയത്തും ഹദീസുകൾ നമുക്ക് വ്യക്തമാണ്. പിന്നെ ഇനി എന്തിനാണ് നമുക്ക് അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകത എന്താണുള്ളത്? എന്തിൻ്റെ ആവശ്യമാണുള്ളത്? ആലോചിച്ച് നോക്ക്. നമുക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. ഖബറിലുള്ള ആളുകൾക്ക് ഇതിനേതെങ്കിലും ഒന്നിന് സാധിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിന് അവർക്ക് സാധിക്കുന്നുണ്ടോ? ഒരു കാര്യത്തിന് പോലും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇതാ ആളുകൾ പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം, ആളുകളോട് ചോദിക്കണം, എന്താണ് ഉസ്താദ് ഇതിനുള്ള തെളിവ്? നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിനുള്ള തെളിവ് എന്താണ്? ഇത്രയും സഹാബിമാർ, ഇത്രയും താബിഈങ്ങൾ, ഇത്രയും അത്ബാഉ താബിഈങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ഇവരാരും ചെയ്യാത്ത ഈ കാര്യത്തിന് എന്താണ് തെളിവ് എന്ന് നമ്മൾ ഓരോ ആളുകളും ചോദിക്കണം. കാരണം ഇത് നമ്മൾ ആഖിറം അത് തീരുമാനിക്കപ്പെടുന്ന വിഷയമാണ്.